നമസ്തേ. രാമായണ പുണ്യമം കർക്കിടക മാസത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഹൈന്ദവ വിശ്വാസികൾ ഓരോരുത്തരും. കർക്കിടക മാസത്തിന് വരവേൽക്കുന്നതിന് ഒരുങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവും. വീട്ടമ്മമാർ, മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം ചങ്കരാന്തി പണിയെന്നും സംക്രാന്തി പണിയെന്നും പല പേരുകളിൽ അറിയപ്പെടുന്ന ശുചീകരണ യജ്ഞം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ പുതിയൊരു അന്തരീക്ഷമാണ് ഹൈന്ദവ ഗൃഹങ്ങളിലൊക്കെയും. ക്ഷേത്രങ്ങളൊക്കെയും അതിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. എനിക്ക് മുൻ തലമുറയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ അത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അറിയാത്തവർക്കായി മാത്രമാണ് ഈ വീഡിയോ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ശുചീകരണ യജ്ഞം അവസാന ഘട്ടത്തിലാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതിൽ ചിലപ്പോൾ വിട്ടുപോയിട്ടുള്ളതും ഇനി ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എങ്കിൽ തീർച്ചയായും അതുകൂടി ഒന്ന് ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മുടെ ഗൃഹത്തിലും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെയും ഒരു ഐശ്വര്യം വന്നു ചേരാൻ അത് സഹായിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. ഒന്നാമത്തെ കാര്യം, തുളസിത്തറ അല്ലെങ്കിൽ വീടിന് മുൻവശത്തായി തുളസി നട്ട് വളർത്തുന്നവരാണെങ്കിൽ, തുളസി തറയിലാണെങ്കിലും ഇനി ചെടിച്ചട്ടികളിലാണെങ്കിലും തുളസി ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അത് പിഴുതുമാറ്റി പുതിയൊരു തൈ നട്ട് നനയ്ക്കുക. ഇനി ഉള്ള തൈ നല്ല കരുത്തുള്ള തൈയാണെങ്കിൽ അതിൽ ഇപ്പോൾ മഴക്കാലമാണ്, ജീർണിച്ച് നിൽക്കുന്ന ഇലകളുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് ഇറുത്തെടുത്ത് തുളസി ചെടിയും തുളസി തറയും വൃത്തിയാക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, നിലവിളക്ക്. ചിലപ്പോൾ ചില വീടുകളിൽ ഒന്നിലധികം നിലവിളക്ക്, കിണ്ടി, പൂജാപാത്രങ്ങൾ മുതലായവ ഒക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകൾ കഴുകി വൃത്തിയാക്കുന്നത് പോലെ തന്നെ മറ്റ് നിലവിളക്കുകളും കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. മഞ്ഞൾപ്പൊടിയിട്ട് ശുദ്ധമാക്കിയ ജലം കൊണ്ട് പൂജാമുറിയും ഫോട്ടോ ചിത്രങ്ങളൊക്കെ വിഗ്രഹങ്ങൾ എല്ലാം ശുദ്ധി വരുത്തുക, കഴുകി തുടച്ച് വൃത്തിയാക്കുക. പിന്നെ ഉടഞ്ഞത്, പഴകിയത്, കീറിയത് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. പൂജാമുറിയിൽ പൊട്ടിയ ഫോട്ടോകളുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അവയൊക്കെയും ഒഴിവാക്കാൻ ശ്രമിക്കുക. വീട്ടമ്മമാർ ആണ് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് കൂടുതൽ അറിയുക. മഹാലക്ഷ്മി വാഴുന്ന ഇടം ആയിട്ടാണ് അരി ഇട്ട് വയ്ക്കുന്ന പാത്രം നമ്മൾ പറയുക. ആ പാത്രത്തിൽ അരി ഒഴിഞ്ഞു കിടക്കരുത്, നിറയെ അരി ഉണ്ടായിരിക്കണം. മാത്രവുമല്ല, അരി ഇട്ട് വയ്ക്കുന്ന ആ പാത്രം അതിൻ്റെ പുറംവശം നന്നായി തുടച്ച് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ചേർത്ത് കുറി തൊട്ട് കൊടുക്കുക. പൊട്ടിയ പാത്രങ്ങൾ അടുക്കളയിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ നിലച്ച ക്ലോക്ക്, പഴയ കലണ്ടർ, ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിലച്ച ക്ലോക്ക് നേരാക്കി വയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് കാലത്തെയും സമയത്തെയും സൂചിപ്പിക്കുന്നതാണ് പഴയ കലണ്ടർ. അതൊക്കെ ഉപയോഗശൂന്യമായ, നമുക്കിനി ഉപയോഗിക്കാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവയൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ, ഫ്രിഡ്ജിൽ പഴയ സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കർക്കിടക മാസത്തിൽ
നമ്മുടെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉറപ്പുവരുത്തുന്നതിനായി സസ്യാഹാരം ശീലിക്കുക. ഒരു മാസം മുഴുവനായിട്ട് സാധിക്കില്ല എങ്കിൽ 10 ദിവസമെങ്കിലും അത് ശ്രമിക്കുക. അത് ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും ഒക്കെ നല്ലതാണ്. കട്ടിലിന് അടിവശം, നമ്മൾ കിടന്ന് ഉറങ്ങുന്ന കട്ടിലിന് അടിവശം നന്നായിട്ട് വൃത്തിയാക്കുക. ചിലപ്പോൾ പൊടി മാറാല ഒക്കെ ഉണ്ടാവാം, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ കന്നിമൂല, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വല്ല പൊടിയോ മാറാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന അലമാര, നമ്മുടെ ഗൃഹത്തിൻ്റെ ആധാരം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൂല്യമുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന അലമാരകളിൽ കീറിയതും പഴകി ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും അവിടെ നിന്ന് മാറ്റുക. മഹാലക്ഷ്മിയെ നമുക്ക് സ്വീകരിച്ചിരുത്തേണ്ട ഒരിടമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും ശ്രീദേവി കുടിയിരിക്കണമെങ്കിൽ മൂദേവി പോവണം എന്നാണ് പറയുക. അത് ഞാൻ തുടർന്ന് പറയാം. ഭഗവാനും ഭഗവതിക്കുമായി നമ്മൾ ഒരുങ്ങുകയാണ്, നമ്മുടെ ഗൃഹം ഒരുങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി മുൻവശത്തെ പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും കുങ്കുമവും ചാലിച്ച് കുറികൾ തൊടുക. 2 നേരവും സാധിക്കുമെങ്കിൽ രാമനാമം ജപിക്കുക. നാമജപത്തിനാണ് ശക്തി കൂടുതൽ. രാമായണം വായിക്കാൻ കഴിയുന്നവർ വായിക്കുക. പാരായണം ചെയ്യാൻ സാധിക്കാത്തവർ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കേണ്ട. നമുക്ക് പറ്റുന്നതുപോലെ നാമജപം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കണം. ഹരേ രാമ മന്ത്രം, ഷോഡശ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ, ഈ പഞ്ഞമാസം എന്ന് പറയാൻ പാടില്ല, പണ്ട് കാലത്തുള്ളവർ അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ടാണ്. ജപം കൊണ്ട് ആ കഷ്ടപ്പാടുകളെ മറികടക്കാൻ സാധിക്കും എന്നുകൂടി അവർ പറഞ്ഞു വയ്ക്കുന്നു. വൈകുന്നേരത്തോടു കൂടി നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഈ സാധന സാമഗ്രികളെല്ലാം വീട്ടിൽ നിന്നും പുറത്തേക്ക്, പണ്ട് മുത്തശ്ശിമാരുടെയൊക്കെ കാലത്ത് പറയുമായിരുന്നു, പൊട്ടിയും മക്കളും പോ. എന്താണ് പൊട്ടിയും മക്കളും എന്ന് പറയുന്നത്? ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും. അതൊക്കെ ഒഴിഞ്ഞു പോ, ശ്രീദേവിയും മക്കളും വാ. സന്തോഷവും ഐശ്വര്യവും നമ്മുടെ കൂടെ വരാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നമസ്തേ. ഹരേ രാമ.